ഹരിബോൾ ഹരിബോൾ അത് കേൾക്കുമ്പോഴേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഹരേ കൃഷ്ണ. നമ്മളിന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് 15 അധ്യായം, ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 ശ്ലോകം 1. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് പുരുഷോത്തമ യോഗം. ഇതിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പരമലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ പ്രാപിക്കാൻ ഭൗതിക ലോകത്തു നിന്ന് ബന്ധങ്ങളൊക്കെ മുറിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ആ ബന്ധങ്ങൾ മുറിക്കണമെങ്കിൽ നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം ചെയ്താലേ കാര്യമുള്ളൂ. നമ്മളുടെ എല്ലാ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കളയണം എന്നല്ല പറഞ്ഞ്, അത്യാഗ്രഹങ്ങൾ, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളും കൂടുതൽ സമയം ഭഗവത് സേവനത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഭഗവാനെ പറ്റി അറിയാൻ ശ്രമിക്കുക. ഭഗവാനെ ദിവ്യോത്തമ പുരുഷനായിട്ട് ആദ്യം കണക്കാക്കണം. അതാണ് പുരുഷോത്തമ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കൂടെ അറിവാണ് നമുക്ക് നേടാൻ. ഈ അധ്യായത്തിൽ കൂടെ 15ാമത്തെ അധ്യായത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അറിവ് നേടുക എന്നുള്ള ജ്ഞാനമാണ് ഈ അധ്യായത്തിൽ പ്രാധാന്യം ഭഗവാൻ തന്നെ കൊടുത്തിരിക്കുന്നത് ജ്ഞാനത്തിനാണ്. അപ്പോൾ ഈ ജ്ഞാനത്തിൽ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പറയില്ലേ, ഞങ്ങളൊക്കെ പറയുമ്പോൾ അമ്മാത്തേക്ക് പുറപ്പെടുകയും ചെയ്തു, വഴിയിലിരുന്ന് വേണ്ടാത്ത ഇടപാട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അമ്മാത്ത എത്താൻ പറ്റിയില്ല എന്നുപോലെ ആവും. നമ്മൾ മറ്റുള്ള ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു കണ്ണിങ് എന്ന് പറഞ്ഞാലും വിരോധമില്ല. അത്രയും ഹാർഡായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോകും. നമ്മൾ പെട്ടെന്ന് സ്ലിപ്പായി താഴെ വീണുപോകും. കാരണം മായ നമ്മളെ പിടിക്കാൻ കാത്തിരിക്കുകയാണ്. ഒരു ചെറിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മായ നമ്മളെ തട്ടിക്കൊണ്ടുപോകും എന്നുള്ളതാണ്. അല്ലെ, വിശ്വാമിത്രൻ മഹർഷിയുടെ കഥ നമുക്കറിയാവുന്നതാണ്. ഇത്രയും വലിയൊരു ഭക്തൻ എന്ന് പറയാൻ പറ്റില്ല, സിദ്ധി, ഇത്രയും വലിയൊരു ജ്ഞാനി, അദ്ദേഹത്തിന് വീഴ്ച പറ്റും. പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറയാനുണ്ടോ? നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് നാമം ജപിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ സ്വഭാവം മാറും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ അധ്യായത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. ജ്ഞാനം എപ്പോഴും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ജ്ഞാനം ചെയ്യും ഞാൻ ആരാന്നും ഭഗവാൻ ആരാന്നും ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ജ്ഞാനമായി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വഴി തെറ്റില്ല. പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ധ്യാനയോഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 6:47 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്താണ് പറഞ്ഞാണ്. ഈ ധ്യാനയോഗത്തിലൂടെ നമ്മൾ ബ്രഹ്മം വരെ എത്താനേ സാധിക്കുകയുള്ളൂ, ഭഗവാനെ എത്താൻ സാധിക്കില്ല. 6:47 പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് എത്തണം എന്നുണ്ടെങ്കിൽ ഭഗവത് സേവനം ചെയ്യണം. ഭഗവത് സേവനം ചെയ്താലേ ഭഗവാൻ അറിയുള്ളൂ. ഹഠയോഗവും മറ്റുള്ള യോഗങ്ങളൊക്കെ ഇതുകൊണ്ടൊക്കെ ബ്രഹ്മപദത്തിൽ വരെ എത്താനേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ബ്രഹ്മനാണ് എല്ലാം എന്ന് മനസ്സിലാക്കി നമ്മൾ അവിടെ നിൽക്കുക. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന് തീർച്ചയായിട്ടും ഭക്തിയുത ഭഗവത് സേവനം ചെയ്താലേ കാര്യമുള്ളൂ. അപ്പം അങ്ങനെ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ജ്ഞാനത്തിൻ്റെ കാര്യം പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇത് ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് പറഞ്ഞത്. ഭഗവാൻ പുരുഷോത്തമ യോഗം, പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാനാണ്. അത് ഈ അധ്യായത്തിൽ സ്പഷ്ടമാക്കി തരികയാണ്. ഞാൻ തന്നെയാണ് പരമ പുരുഷോത്തമൻ എന്ന് സ്പഷ്ടമാക്കി അവിടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ടാലേ നമുക്ക് നമ്മളുടെ മറ്റുള്ള ചിന്തകളൊക്കെ, ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു മിസ്റ്റിക് യോഗിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പം അങ്ങനെയല്ല. നമ്മൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പുരുഷോത്തമനാണ്. അദ്ദേഹത്തിനപ്പം വേറെ ആരുമില്ല, അദ്ദേഹത്തിന് തുല്യമായിട്ട് ആരുമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ധർമ്മം, നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിൽ പിന്നെ ഒരു സംശയം വരേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ അതാണ് അർജുനൻ പറയുന്നത്, ഇപ്പം എനിക്ക് എല്ലാം മനസ്സിലായി, അങ്ങ് പറഞ്ഞൊക്കെ ശരിയാണ്. കരിഷ്യേ വചനം തപ, അങ്ങ് പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം എന്ന അവസാനം പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല എന്നാ. അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിൽ വന്നു പറയണം, ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ ഇത്ര വലിയ വിവരമുള്ളവനും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും
വലിയ ശരി നല്ലൊരു ഫാമിലിയിൽപ്പെട്ട ആളും ഒക്കെയാണെങ്കിലും എന്നിട്ടും നമ്മുടെ ദിവ്യചക്ഷുഷും അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു ഭഗവാനും പൂർണ്ണമായിട്ട് കാണാനായിട്ട്, അല്ലേ? ആ എന്താണ് ആ കംപ്ലീറ്റ് എന്താണ് ഭഗവാനെ എന്ത് രൂപത്തിൽ കണ്ടു എന്ന് പറയാം? വിശ്വരൂപത്തിൽ. ചിലതൊക്കെ ഞാൻ മറന്നുപോകും, വയസ്സായി. അപ്പം ഈ വിശ്വരൂപം കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദിവ്യചക്ഷുസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കേണ്ടതല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ തന്നെ അർജുനൻ അങ്ങേയറ്റത്തെ ഭക്തനുമാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളാണ്, അല്ലേ? എന്താണ് മുറ്റത്തുള്ള പൂമ്പൊടിയായിട്ട് കിടക്കും എന്ന് പറയില്ല. അപ്പോൾ ഭഗവാന്റെ കൂടെ തന്നെയാണ് ഇദ്ദേഹം. അപ്പോൾ പിന്നെ വേറൊരു വിദ്യയൊന്നും വേണ്ട എന്നിട്ടും അദ്ദേഹത്തിന് ഈ വിശ്വരൂപം കാണാനായിട്ട് ദിവ്യചക്ഷുസ് കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചിലർ ചോദിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുവരെ അദ്ദേഹം കാര്യം ശരിയാണ്, എന്നിരുന്നാലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ അമ്പും വില്ലും താഴെ വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ആ ബാലിശത്വം, ആ എന്താണ് ദൗർബല്യം പുറത്ത് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അത്രയും വലിയ ജ്ഞാനിയാണ്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവത്തോടെ വരേണ്ട കാര്യമില്ല. അപ്പം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യചക്ഷു അദ്ദേഹത്തിന് എന്നാൽ വേറെ ആർക്കും കൊടുത്തിട്ടുമില്ല. ഈ ധർമ്മപുത്രരുണ്ട്, ഭീഷ്മരുണ്ട്, ദ്രോണർ, ഇവരൊക്കെ വലിയ വലിയ എക്സാൾട്ടഡ് ഡിവോട്ടി ഭക്തന്മാരാണ്. ഇവർക്കും അതിൽ കാണാൻ സാധിച്ചില്ല ഈ വിശ്വരൂപം. കാരണം എന്താണ്? അപ്പോൾ അവരൊന്നും ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. അതിന് ദിവ്യചക്ഷു ഇദ്ദേഹത്തിന് മാത്രമേ കൊടുത്തുള്ളൂ, അർജുനന് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ക്ലാസ്സിന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി, അതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ പിന്നീടാണ് അതിനെപ്പറ്റി അതിന് വിശദീകരണം കൊടുത്തു. എന്നിരുന്നാലും പറയണം അങ്ങനെ ഉണ്ടായി എന്ന് പറയണം. അപ്പം എന്നുപോലെയാണ് നമുക്ക് ഈ ജ്ഞാനം കിട്ടാൻ ഭഗവാൻ പ്രത്യേകം നമുക്ക് വേണ്ടിയിട്ട് ഉപദേശിക്കുകയാണ് പുരുഷോത്തമ യോഗത്തിലൂടെ. അപ്പോൾ ഞാൻ ശ്ലോകം ഒന്ന് വായിക്കാം, അതിനുശേഷം നമുക്കത് ഞാൻ 3 പ്രാവശ്യം വായിക്കാം, പിന്നെ നിങ്ങൾ വായിച്ചോളൂ. എല്ലാവരും വായിക്കണം, ആരും വിട്ടുകളയരുത്. കാരണം ഇതൊരു അവസരമാണ്. ഭഗവാൻ പറഞ്ഞ ശ്ലോകം നമുക്ക് വായിക്കാമെന്ന് അത് തന്നെ വലിയൊരു പുണ്യമാണ്, അല്ലേ? അല്ലാന്ന് തോന്നുന്നുണ്ടോ? വലിയൊരു പുണ്യമാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. നമ്മളാരാ? അദ്ദേഹം അവിടെയാണ് എന്നല്ലോ. അപ്പോൾ അത് ഒരിക്കലും അത് മിസ്സാക്കരുത്. അത് ഉപയോഗിക്കുക. ഭഗവാനും ഉദ്ദേശിക്കുന്ന ഇതാണ്. യദ്ദത് ആചാര്യതേ ശ്രേഷ്ഠ, അദ്ദേഹം ചെയ്തപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാണ്ട് പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എന്നെ കണ്ട് എല്ലാവരും ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക, നമ്മൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ശ്ലോകം വായിക്കാം. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 15, പുരുഷോത്തമ യോഗം. ശ്രീ ഭഗവാനുവാച ഊർധമൂലമതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസ്യേസ്യ പർണാനി യസ്തം വേദസ വേദവിത്. ശ്രീ ഭഗവാനുവാച ഊർധമൂലമതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസ്യേസ്യ പർണാനി യസ്തം വേദസ വേദവിത്. ശ്രീ ഭഗവാനുവാച ഊർധമൂലമതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസ്യേസ്യ പർണാനി യസ്തം വേദസ വേദവിത്. വായിച്ചോളൂ, എല്ലാവരും വായിക്കാം. ഹരിബോൾ. അവർ റിപ്പീറ്റ് ചെയ്യാൻ സമയം കൊടുക്കണം. മാതാജി വായിച്ചോ, അവർ റിപ്പീറ്റ് ചെയ്യണ്ടേ? അപ്പം അത് വേണം. അപ്പം വായിച്ചോളൂ, മാതാജി വായിക്കും. ശ്രീ ഭഗവാനുവാച മൂലമതശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീ ഭഗവാനുവാച ഊർധമൂലമതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീ ഭഗവാനുവാച ഊർധമൂലമതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീ ഭഗവാനുവാച ഊർധമൂലമതശാഖം
അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യം വേദ വേദവിത്. ശ്രീ ഭഗവാൻ വാച ഊർധമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീ ഭഗവാൻ വാച ഊർധമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീ ഭഗവാൻ വാച ഊർധമൂലമദശാഖം അശ്വത്ഥമവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീ ഭഗവാൻ വാച ഊർധമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. ഇനി ആരും ഇല്ലാന്ന് വിചാരിക്കണോ? ഹരേ കൃഷ്ണ. അതിനു മുമ്പ് നമ്മൾ മംഗളാചരണം ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലെ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടുകൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. എൻ്റെ സാദര നമസ്കാരങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സാഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോവേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭ്യഃ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികം. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവ. ശ്രീകൃഷ്ണ പരമാത്മേന്മ. ശ്രീമദ് ഭാഗവതം യഥാരൂപം അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്രീ ഭഗവാൻ വാച ഊർധമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. ഇതിന് വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും കുഴപ്പമില്ല അടുത്ത വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായ ഒരു അശ്വത്ഥമുണ്ട്. അതിൻ്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പോൾ ഇതിൻ്റെ ഈ വിവർത്തനത്തിലേക്ക് കൂടെ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ ഈ വിവർത്തനം നമ്മൾ വായിച്ചപ്പോൾ? ഇവിടെ പറയുന്നത് വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായ അക്ഷയമായൊരു അശ്വത്ഥമുണ്ട് എന്നാണ് പറയണത്. അശ്വത്ഥം എന്ന് വെച്ചാൽ അരയാല് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി അശ്വത്ഥമുണ്ട്. അതിൻ്റെ ഇലകൾ വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പോൾ നമ്മൾ ഈ വൃക്ഷത്തിനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയത്? വേര് മേലോട്ടും മറ്റുള്ളവർക്ക് താഴോട്ടും. അതിൽ കുറേ ഇലയുണ്ട്, കൊമ്പുണ്ട്, ചില്ലയുണ്ട്, തടിയുണ്ട്. ഇത്രയും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇത് ഈ അപ്സൈഡ് ഡൗൺ ആയിട്ട് കാണിക്കാൻ കാരണം എന്താ? അതൊന്നും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു? നേരെ കാണിച്ചാൽ പോരെ?
അപ്പോൾ അതിൽ വലിയൊരു ഗൂഢമായിട്ടൊരു അർത്ഥമുണ്ട്. കാരണം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിൻ്റെ അപ്സൈഡ് ഡൗൺ ആണ്. അവിടെ എന്തുണ്ടോ അതിന് നേരെ അതേപോലെ തന്നെ, പക്ഷെ നേരെ വിപരീതമായിട്ടാണ് ഇവിടെ കാണുന്നതാണ്. പിന്നെ ഈ മരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, മരം സാധാരണ നമ്മൾ ഏത് തരത്തിലായിരുന്നു നമുക്ക് ഉന്നതി വേണമെന്നുണ്ടെങ്കിൽ മേലോട്ടാണ് നമ്മൾ പോവുക അല്ലേ? എല്ലാവരും മേലോട്ട് പോകാന്നുള്ളതാണ് പറയുക, അല്ലാണ്ട് താഴോട്ട് പോകാന്ന് ആരെങ്കിലും പറയുമോ? താഴോട്ട് പോകുന്നത് നമ്മൾ അവസാനമാണ്. അപ്പം നമ്മുടെ ഗതി മേലോട്ടായിരിക്കണം. ഗതി മേലോട്ടാവണമെങ്കിൽ ഈ മരം തല തിരിഞ്ഞായിരിക്കണം. പിന്നെ എങ്ങനെയാ മേലോട്ടുണ്ടാവുക? അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മരത്തിനെ നമ്മൾ വെട്ടിക്കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെട്ടിക്കളയണമെങ്കിൽ കാരണം എന്താണ്? ഈ മരം എന്ന് പറയുന്നത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കെട്ടുപണിഞ്ഞ് കിടക്കണം ഈ മരം. ഇലകൾ വേദമന്ത്രങ്ങളാണെന്നാണ് പറയണത്. വേദമന്ത്രങ്ങൾ നല്ല കാര്യമല്ലേ? വേദമന്ത്രങ്ങൾ പഠിക്കാമെന്ന് വലിയൊരു കാര്യമാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഈ വേദമന്ത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ അഡ്വർടൈസ്മെൻ്റ് കണ്ടിട്ടില്ലേ? നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിക്കുക, അതേപോലെയുള്ള ഇതൊക്കെ കാണിക്കുക. ഇതാണ് ഈ ഏലകൾ ചെയ്യുന്നത്. അപ്പോൾ ആ വേദമന്ത്രങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകൃഷ്ടരായി പോകും എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലധികം ഫലോദിഷ്ട കർമ്മങ്ങളും ഉണ്ട്, അതിൽ രണ്ടും ഉണ്ട്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം, ഏതാണ് നമുക്ക് ഉന്നതി തരുന്നത്, നമുക്ക് ആത്മീയമായിട്ട് പുരോഗതി തരുന്ന ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ആ മധുരമായിട്ടുള്ള ആ ഭാഷയിൽ നമ്മൾ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നതാണ് ഈ ഒറ്റ ശ്ലോകത്തിൽ പറയുന്നത്. അതിൽ നിന്ന് ഒരു ശാഖയിൽ നിന്ന് മറ്റേ ശാഖ ഇങ്ങനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അശ്വത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരതയില്ലാത്തതെന്നാണ് ആദ്യത്തെ അർത്ഥം. സംസ്കൃതത്തിൽ അശ്വത്ഥം എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്തതെന്നാണ്. പിന്നെ വേറെ അർത്ഥമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. വേറെ അർത്ഥം വെച്ചാൽ അശ്വം എന്താണ്? കുതിരയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താണ്? കുതിര 3 കാലിൽ നിൽക്കും. അതിൻ്റെ സ്വഭാവം അത് 3 കാലിൽ, പിന്നെ ബാക്കിയുള്ള ഒരു കാലാണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഈ ഭൗതിക ലോകത്ത് ഈ ഒരു കാലിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവുമായിട്ടുള്ള വ്യത്യാസം. ഭൗതിക ലോകം ടോട്ടലിൻ്റെ 1/4 ഭാഗമാണ് ഭൗതിക ലോകം, ബാക്കി 3/4 ഭാഗവും ആധ്യാത്മികമാണ്, സ്പിരിച്വൽ വേൾഡാണ്. അപ്പോൾ അതിന് 3 കാലുണ്ട്. ഇതിന് ഇവിടെ നമ്മൾ തന്നെ ഒരു കാലേ ഉള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ ഈ സ്ഥിരതയില്ലാത്ത ഈ പ്രത്യേകിച്ച് നമ്മുടെ ആൽമരത്തിന്, ഈ മരത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അത് ചലനമല്ല, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇന്ന് കണ്ട മരമായിരിക്കില്ല നാളെ കാണുന്നത്. അതിന് മാറ്റം സംഭവിക്കും. മാറ്റം വരുന്നുണ്ട് എന്തുണ്ടാവും? മാറ്റം വരുന്നുണ്ട് നമുക്ക് നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടും. സ്ഥിരമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മരത്തിനെ വേണം നമ്മൾ കെട്ടിപ്പിടിക്കാൻ, സ്ഥിരമായിട്ടുള്ള. അതല്ല ഇതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുണ്ടാവണം? നമ്മൾ ഭൗതിക ലോകത്തിൽ തന്നെ കെട്ടുപണിഞ്ഞ് ഇങ്ങനെ അതിൽ തന്നെ കിടക്കുന്ന പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ഈ മരത്തിനെയാണ് നമ്മൾ വെട്ടിമാറ്റേണ്ടത്. അതും വെട്ടിമാറ്റിന് എങ്ങനെ വെട്ടിമാറ്റാൻ സാധിക്കും? അതിനെപ്പറ്റി അറിവുള്ളവരായിരിക്കണം. അറിവുള്ളവരാരാ? ഈ ഇലയെപ്പറ്റിയും തണ്ടിനെപ്പറ്റിയും തടിയെപ്പറ്റിയും കംപ്ലീറ്റ് ഇതിനെപ്പറ്റിയും പഠിച്ച ആൾക്കാർ വേണം ആ മരം വെട്ടിക്കളയാനായിട്ട് അല്ലേ? നമ്മളിപ്പോൾ നാട്ടിൽ മരം വെട്ടുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആദ്യം മോളിൽ കയറി വിവരമുള്ളവരെ വെട്ടുള്ളൂ, അല്ലാണ്ട് നമ്മളെ കൊണ്ട് വെട്ടാൻ പറ്റില്ല. അത് ഒരു കയറുമേ അരയിലൊരു കയറ് കെട്ടി അവിടെ കെട്ടി തൂക്കി കുരങ്ങനെ പോലെ അവിടെ തൂങ്ങിക്കിടന്ന കൊമ്പ് ആദ്യം ചില്ല വെട്ടി, പിന്നെ കൊമ്പ് വെട്ടി, പിന്നെ അതിനിടയ്ക്കുള്ള മറ്റത് വെട്ടി, അങ്ങനെ വെട്ടി താഴോട്ട് വലിയ മറ്റേ ഇതിൻ്റെ മുറിക്കുന്നത് ലാസ്റ്റാണ്. എന്നുപോലെ നമ്മളും ഇതിൽ കൂടെ ഇത്തരത്തിൽ വേണം നമ്മൾ ആധ്യാത്മികമായിട്ട് പുരോഗതി നേടാനായിട്ട്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ മത്സരം വെട്ടിക്കളയാൻ പറ്റില്ല. നമ്മൾ ഭൗതിക താല്പര്യങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വേണ്ടാന്നല്ല പറയുന്നത്. നമ്മൾ ഭൗതികം മുഴുവൻ നമ്മൾ സന്യാസിയൊന്നുമല്ല, നമ്മളെ കംപ്ലീറ്റ് നശിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഭൗതിക ലോകത്ത് അതാണ് നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്ത് ഇത്രയും കഷ്ടപ്പാടും ദുരിതവും എല്ലാം തന്നെ ഉണ്ടായിട്ടും നമുക്ക് ഇവിടെ വന്നിരുന്ന് ഭഗവാനെ സ്മരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതാണ് വലിയൊരു കാര്യം. അതൊരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടി. എത്രയോ പേരുണ്ട് ഈ അയൽപക്കത്ത് തന്നെ, എത്രയോ പേരുണ്ട്. ആ മാതാജി ചോദിച്ചു, അയൽപക്കത്ത് എത്ര പേര് നാമം ചോദിക്കുന്നവരുണ്ടെന്ന്. ആരുമില്ല, അവർക്കൊന്നും ഭാഗ്യമില്ല. അതേസമയം നമ്മൾ ഇത്രയും ദൂരെ നിന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക, എത്ര ഭാഗ്യം ചെയ്തവരാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു
സന്ദർഭം കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് വിട്ടുപോയി. മരം വെട്ടണ കാര്യമാണ്. ഈ മരം നമ്മളെ എല്ലാവരെ കൊണ്ടും വെട്ടാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള വിദ്യ നമ്മൾ പഠിക്കണം, അതിനുള്ള ജ്ഞാനമാണ് ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ മരം എന്ന് പറയുന്നത് നമ്മളെ ഭൗതികമായിട്ടുള്ള നമ്മളുടെ കഷ്ടപ്പാട് അതിലെ പിന്നെയും പറയുന്നുണ്ട്. ഈ മരത്തിൽ ഉണ്ടാവുന്ന ഫലങ്ങൾ, പഴങ്ങൾ, ഈ പഴങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ പ്രതിഫലനങ്ങളാണ് ആ പഴങ്ങൾ. അതാണ് നമ്മൾ തിന്നണത് വീണ്ടും. മനസ്സിലായോ? അപ്പോൾ അതേപോലെ അത് ഈ മരം നിലനിൽക്കുന്ന എങ്ങനെയാണ്? നമ്മളുടെ 3 ഗുണങ്ങളിൽ ത്രിഗുണങ്ങൾ, ആ ത്രിഗുണങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ത്രിഗുണങ്ങൾക്കും അതിന് നമ്മൾ അതീതമാവണം. അപ്പുറം കടക്കണമെങ്കിൽ നമുക്ക് എങ്കിലും ഈ മരം അറ്റ്ലീസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടുകയെങ്കിലും ചെയ്യുള്ളൂ. വെട്ടാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഉണക്കിക്കളയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ 3 സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇതിന് മേലെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനം തന്നെ ചെയ്യാം. സത്വഗുണത്തിന് മേലെ പോകണമെന്ന് ചോദിക്കുക എന്തിനാണ്? സത്വഗുണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? സത്വഗുണത്തിൽ ജീവിക്കാൻ നല്ല കാര്യം. പക്ഷെ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഞാൻ സത്വഗുണത്തിലാണ്, ഞാൻ അതായി, ഞാൻ ഇതാ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും അല്ലേ? ഇപ്പോൾ ദിവസവും നമ്മൾ ആരതി ചെയ്യണം, അല്ലെങ്കിൽ ദിവസം ഞാൻ പാട്ട് പാടുന്ന ഞാൻ പാട്ട് പാടുന്ന ആളാണ്, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത്. അപ്പം എനിക്കും തോന്നും എല്ലാവരും പറയണ കല്ലും കെട്ടി കഴുത്തിലിട്ടപ്പോൾ എന്താണ് ഞാൻ ഒരു കല്ലെടുത്ത് കഴുത്തിൽ കെട്ടിയിട്ടോ എല്ലാവരും പറയാൻ നന്നായിട്ടോ എന്താ കല്ല് കഴുത്തിൽ കെട്ടിക്കാൻ നന്നാവോ? ഇല്ല. ഇന്നുപോലെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കും തോന്നും ഞാൻ സത്വഗുണത്തിന് മേലെയായി. അങ്ങനെ വരുമ്പോൾ അവൻ നേരെ താഴോട്ട് പോരും. ഭഗവാൻ അവിടെ നിന്ന് ഒരു വലിയ അങ്ങോട്ട് വലിക്കും, നേരെ കീഴ. അപ്പം അതൊക്കെ ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഈ സത്വഗുണത്തിന് മേലെ പോകുന്നത്. രജോ ഗുണത്തിൽ നമുക്കറിയാം, രജോ ഗുണത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഒരു സമയത്ത് ഒരു തരത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ ഒരു തരത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാ അതിൻ്റെ പിന്നാലെ പോകണം? കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുക. പിന്നെ തമോ ഗുണം നമുക്കറിയാം. തമോ ഗുണം തല്ലും ഇടിയും കുത്തും ഇതും ഇതൊക്കെ ആയിട്ട് ഒരു മനസ്സമാധാനവും ഇല്ലാതെ ഉണ്ട് അല്ലേ? ഒരു മനസ്സമാധാനം അവനുണ്ടാവില്ല. കുറേ കള്ളും കുടിച്ച് അല്ലെങ്കിൽ കുറേ വേണ്ടാത്തരം ചെയ്ത് അങ്ങനെ ജീവിതം പാഴാക്കാം. പിന്നെന്താ അവരും ചെയ്യാൻ? ജനനം, മരണം, വാർദ്ധക്യം ഇങ്ങനെ തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിനൊരു അറുതി കിട്ടണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഒരാൾ അവനെ കണ്ടു എന്തെങ്കിലും സംസാരിച്ചു. ഒരു പക്ഷേ നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞാലൊന്നും ആരും കേൾക്കൂല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക അങ്ങനത്തെ ഭാഷയാണ് നമ്മളിൽ നിന്ന് വരാം. പക്ഷേ വലിയ വലിയ ആചാര്യന്മാരും പ്രഭുപാദം നോക്കൂ, ലോകത്തിന് ഒട്ടും തിരിച്ചു മറിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും ഇങ്ങേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന അവരോടാണ് പോയി പറഞ്ഞത്. ഹിപ്പികള് അവരുടെ ഇത് മാറി എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും വഴിക്ക് വെച്ച് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാനൊന്ന് മുന്നോട്ട് പോവാം. ഇതിൻ്റെ പാർപ്പെട്ട് കുറേ അധികമുണ്ട്. എന്നായിരുന്നാലും ഒരു ശ്ലോകം ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. 1 രണ്ടെണ്ണത്തിന് നേരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ഭാവാർത്ഥം ഒന്ന് വായിക്കട്ടെ, പെട്ടെന്ന് വായിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറേ നമുക്ക് ഞാൻ പറയുന്നതിലും കൂടുതൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഒന്ന് നോക്കിക്കൂടാം. ഭാവാർത്ഥം. ഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി പ്രതിപാദിച്ച് കേട്ട ഒരാൾ അപ്പോൾ വേദങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കാം. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ പിന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ വേദങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചേക്കാം. അപ്പം ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോഗം ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ. അപ്പോൾ ഈ വേദങ്ങളിൽ പഠിക്കുന്ന ഈ മന്ത്രങ്ങൾ ചോദിച്ചാൽ പോരെ? അതിൻ്റെ വേദങ്ങളെക്കുറിച്ച് എന്തുവാ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പോരെയെന്ന് ചോദിക്കും. പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭക്തിയുത സേവനം വരുന്നില്ല. വേദങ്ങൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? വേദങ്ങൾ പഠിച്ചു വന്നിട്ട് കാര്യമില്ല. ആവൂല. അത് പ്രാക്ടിക്കലാക്കണേ. അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യണം. ഇല്ലേ? ഒരു കഥയുണ്ടല്ലോ, നാരദ മഹർഷിയുടെ അടുത്ത് തന്നെയാണെന്ന് തോന്നി, ഞാൻ ഓർക്കണില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ജന്മജന്മാന്തരങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റ് അല്ല കേട്ടോ, വേറെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു വേശ്യയുടെ വീട്. അപ്പോൾ ഒരു തിരുമേനി, ഒരു നമ്പൂരി അതിൻ്റെ മുമ്പിൽ താമസിക്കുന്നുണ്ട്. ഈ നമ്പൂരിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ ആരൊക്കെയാണ് വന്ന് പോണേ നോക്കിയേക്കും. വല്ല കാര്യമുണ്ടോ? അയക്ക് നാമം ചോദിച്ചാൽ അവിടെ മിണ്ടാതിരുന്നാൽ പോരെ? അവിടെ ആരാ
അവിടെ എത്ര പേര് വന്നു, അവർ ഇത് എണ്ണിക്കൊണ്ടേയിരിക്കണേ. അതേസമയം വേശ്യസ്ത്രീ കാര്യശ്ശേരി അവരുടെ അവസ്ഥ അതാണ്. പക്ഷെ എന്നിരുന്നാലും അവർ ഭഗവാനിൽ ഭക്തി ഉണ്ടായിരുന്നു, ഭഗവാനെ സേവിച്ചുകൊണ്ട് അവിടെ ഇരുന്നിരുന്നത്. അതിനുശേഷം അവർ ചെയ്യുന്ന പ്രവൃത്തി എന്തോ സന്ദർഭം കൊണ്ട് അങ്ങനെ ആയിത്തീർന്നു. അവസാനം എന്തുണ്ടായി, ഈ തിരുമേനി മരിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് ഇനി നീ നാരദ മഹർഷി പറഞ്ഞു, ഇനി നിനക്ക് ഭഗവാൻ പറഞ്ഞിട്ട് ജന്മജന്മാന്തരങ്ങൾ നിനക്ക് ജന്മം എടുക്കേണ്ടി വരും. അതെന്താ? അത് വെച്ചാൽ നിന്റെ സ്വഭാവം നീ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതേസമയം വേശ്യസ്ത്രീ അതോടുകൂടി അതിൻ്റെ ജന്മം മുഴുവനായി. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഈ വേദങ്ങൾ പഠിച്ചു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. വേദങ്ങളെ കൊണ്ടൊന്നും നേടാൻ പോകില്ല. നല്ല കാര്യമാണ് തീർച്ചയായിട്ടും, കുറേ പറഞ്ഞു കൊടുക്കാനും സാധിക്കും. വേദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അനവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഭൗതിക സേവനത്തിൽ കൂടെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. വേദപഠനത്തിൻ്റെ ഉദ്ദേശം കൃഷ്ണനെ പറ്റി അറിയുക എന്നാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ അധ്യായത്തെ പ്രസ്താവിക്കുന്നു, കൃഷ്ണാവബോധത്തോട് ഭക്തിയുത സേവനത്തോട് ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരാൾ വേദജ്ഞനാകും. അപ്പോൾ ഇത് മതി, നമ്മളൊക്കെ വേദജ്ഞന്മാരാ. കാരണം 2 മണിക്കൂർ 16 റൗണ്ട് നാമം ജപിക്കുന്നുണ്ട്, ആരതി ചെയ്യുന്നുണ്ട്, കാലത്ത് മംഗളാരതി, വൈകുന്നേരം സന്ധ്യാരതി ഒക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വേദജ്ഞന്മാരായി ഇല്ലയെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ നമ്മൾ വേദജ്ഞനാണ്. കാരണം നമ്മൾ അങ്ങേയറ്റത്തെ ജ്ഞാനം നേടിക്കഴിഞ്ഞു. ഇതിലും പറയുന്ന അതാണ്, ജ്ഞാനത്തിനെ പറ്റിയാണ് ഇതിവിടെ അധികം പറയുന്നത്. ഭൗതിക ബന്ധങ്ങളെയാണ് ഇവിടെ അരയാൽ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞോളാം, അരയാൽ വൃക്ഷം തല കീഴായിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മളുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഫലോദിഷ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷത്തിന് നാശമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വൃക്ഷം നശിക്കില്ല. ഇതിന് മാറ്റം വരുന്നതെന്ന് മാത്രം. ഒരു ശാഖയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിന് ഇതിൽ അസത്യരായവർക്ക് മോചനമില്ല. അപ്പം ഇതിൽ കുടുങ്ങിക്കിടന്ന് ഈ ഇലകളുടെ മന്ത്രവും ജപിച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയാം. ആത്മോന്നതിയെ ലക്ഷ്യമാക്കുന്ന വേദസൂത്രങ്ങൾ ഇതിൻ്റെ ഇലകളാണെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ആരംഭിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വേരുകൾ മുകളിലേക്കാണെന്ന് പറയുന്നു. വിശ്വത്തിലെ അത്യുന്നത ഗ്രഹമാണല്ലോ ബ്രഹ്മലോകം. അനശ്വരമെന്ന് പറയപ്പെടുന്ന ഈ മായാവൃക്ഷത്തെ അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യന് അതിൽ നിന്ന് മുക്തനാവാം. അപ്പോൾ ഈ വൃക്ഷത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് വേരുണ്ട്, ഇതിന് തടിയുണ്ട്, ഇതിന് കൊമ്പുണ്ട്, ചില്ലയുണ്ട്, ഇലകളുണ്ട്, ഇതിൽ പഴങ്ങളുണ്ട്, പൂക്കളുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേദവിത്ത് എന്നാണ് പറയുന്നത്. ഈ മോചനത്തിൻ്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പല വഴികളുണ്ടെന്നും മുൻ അധ്യായങ്ങളിൽ പറഞ്ഞുവല്ലോ, അല്ലേ? നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, എന്താണ് 2:35 നമ്മൾ ത്രിഗുണങ്ങളിൽ നിന്ന് നമ്മൾക്ക് അതിക്രമിച്ച് കിടക്കണം. 2:35 പറയേണ്ടത്. പിന്നെ അതുകൂടാണ്ട് 6:44-45 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:45 പറയുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ അന്ന് ചെയ്ത് കൂട്ടിയതിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടും, ഈ ജന്മത്തിൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരില്ല എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അവരാണ്. മറ്റേതല്ലല്ലോ, ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോരോ ക്രിയകൾ ചെയ്ത് നമുക്ക് ആചാര്യനെ കണ്ടുപിടിച്ച് അങ്ങനെ ഇതത് വേണ്ട. കാരണം അന്ന് ചെയ്തു വെച്ചതിൻ്റെ ബാക്കി 6:44-45 പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, അതിനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നവരാണ്. അവസരം കിട്ടുന്ന ഒരു ചാൻസ് നമുക്ക് കിട്ടും എവിടെയെങ്കിലും, ഇല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, അർജുനൻ ചോദിക്കില്ല, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അവസാനം മുഴുവനാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഒരു കുഴപ്പമില്ല. കാരണം ഒന്നില്ലെങ്കിൽ എനിക്കൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കാം, അല്ലെങ്കിൽ ഒരു ധനാഢ്യൻ്റെ വീട്ടിലോ, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ വീട്ടിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആത്മീയമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ നിനക്കൊരു ജന്മം കിട്ടുമ്പോൾ അതുപോലെ അതിൽ കൂടുതൽ എന്താ വേണ്ടേ? അതിൽ നിന്ന് തന്നെ നമുക്ക്, കാരണം അവിടെയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകണ്ട. അവിടെ നിന്ന് തന്നെ നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടും. അത് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് അങ്ങനെയുള്ള ജനനത്തിൻ്റെ ഗുണം അതാണ്. ഇപ്പോൾ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് നല്ലൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപഠനവും നാമജപവും പൂജാതി കാര്യങ്ങളും അനുഷ്ഠാനങ്ങൾ അനവധിയാണ്, അല്ല? ജനിച്ചു കഴിഞ്ഞാൽ ഉപാകർമ്മം, നാമകരണം, പിന്നെ ചോറൂണ്, ഉപനയനം, സമാവർത്തനം, അങ്ങനെ ഒരു 16 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒരു ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് അപ്പോൾ ബ്രാഹ്മണ കുടുംബം അത് താനേ കിട്ടും. അപ്പോൾ അതൊരു വലിയൊരു ഗുണമാണ്.
മറ്റതാകുമ്പോൾ അതല്ല, നമ്മൾക്ക് പടിപടിയായിട്ട് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അധ്യായങ്ങൾ പറഞ്ഞു പോലെ ഭഗവത് സേവനമാണ് അവയിൽ അത്യുത്തമമെന്ന് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കണ്ടോ. 13-ാം അധ്യായത്തിൽ എന്താണ്? 13-ാം അധ്യായത്തിലാണ്, ഞാൻ നോക്കിയിട്ട് മറന്നിരുന്നു, പറയാം. 13-ാം അധ്യായത്തിൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മിക ഭഗവത് സേവനത്തിൽ ആസക്തവുമാണ് ഈ ഭക്തിയുത സേവന പദ്ധതിയിലൂടെ അടിസ്ഥാന തത്വങ്ങൾ. ഭൗതിക ലോകത്തോടുള്ള ആകർഷണത്തെ ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് അവിടെ ആദ്യമായി തന്നെ വിവരിക്കുന്നു. ഇപ്പോൾ ഭൗതിക ലോകത്തോടുള്ള നമ്മൾ മാറി നിൽക്കണം, ഇതേ ഉള്ളൂ. ആദ്യം നമ്മൾ തുടങ്ങുന്നത് നാമജപത്തിൽ കൂടെയാണ്. നാമജപിക്കും, നമസ്കരിക്കും, ഭഗവാനെ പറ്റി ചിന്തിക്കും, ഭഗവാന്റെ കഥകൾ കേൾക്കും, ലീലകൾ കേൾക്കും. ഇങ്ങനെയാണ് നമുക്ക് തുടർച്ചയായിട്ട്, അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്ക് നേടാൻ സാധിക്കില്ല. ഭൗതിക അസ്തിത്വത്തിൻ്റെ വേര് മേൽപോട്ട് വളരുന്നു എന്നതുകൊണ്ട് സൃഷ്ടിയിലെ അത്യുന്നത തലത്തിൽ നിന്നും സമഗ്ര ഭൗതിക സത്തയിൽ നിന്നാണ് അതിൻ്റെ ആരംഭം. അപ്പോൾ വേര് മേലോട്ട് കഴിഞ്ഞാൽ അവിടുന്ന് സാത്വികമായിട്ടുള്ള ആധ്യാത്മിക ലോകത്തിൽ നിന്ന് തുടങ്ങണമെന്ന് മാത്രം എന്ന് സാരം. അവിടെ നിന്ന് അനേകം ഗ്രഹവ്യൂഹങ്ങൾ ശാഖകളായിട്ട് പല ഗ്രഹങ്ങളിലേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. അത് വളർന്ന് വികസിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അല്ലേ, എന്താണ് പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതൊക്കെ പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എങ്ങനെ? ഈ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഇലയും ഈ മരവും ഈ കൊമ്പും ജില്ലയായിട്ട് ഇങ്ങനെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതൊക്കെ സാധിക്കും. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, അതല്ല. അതാണ് വ്യത്യാസം. ധർമാർത്ഥ കാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവസത്തകൾക്ക് ചെയ്തു പോരുന്ന കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ ഈ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ. അപ്പം അതിൻ്റെ ഫലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പഴങ്ങൾ. പിന്നെ വേരുവും മുകളിലും ശാഖയും താഴെയുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഈ ലോകത്തിൽ ആരും കണ്ടിരിക്കുകയില്ല. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു ജലാശയത്തിന് അരികിൽ പോയി നോക്കിയാൽ കാണാം വേരുകൾ മുകളിലും കൊമ്പുകൾ താഴെയുമായിട്ടാണ് വെള്ളത്തിനിടയിൽ നിൽക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ അല്ല നമുക്ക് താല്പര്യം, അതിൻ്റെ ആ ഒറിജിനാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ റിഫ്ലക്ഷൻ എവിടുന്ന് സ്റ്റാർട്ടായി, റിഫ്ലക്ഷൻ എവിടുന്നാണ് തുടങ്ങിയത്, അതാണ് നമ്മുടെ ഉദ്ദേശം. അത് അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാണ്ട് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ അത് കുറച്ച് കാലം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രകടമാവും, ചിലപ്പോൾ പ്രകടമാവില്ല. ഈ നമ്മളുടെ വസ്തുക്കളും ഈ മെറ്റീരിയൽ എക്സിസ്റ്റൻസും ഈ ഭൗതികമായിട്ടുള്ള അസ്തിത്വത്തൊക്കെ ഇതൊക്കെ അവ്യയമാണ്. എന്നിരുന്നാലും അത് ചില സമയത്ത് പ്രകടമാവും, ചില സമയത്ത് പ്രകടമാവില്ല. ചില സമയത്ത് നമ്മൾ മുമ്പിൽ കാണും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഈ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വെള്ളത്തിൽ നിലയ്ക്കുന്ന പോലെ ആധ്യാത്മിക വൃക്ഷത്തിന് തൃഷ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭൗതികതയുടെ വെളിച്ചത്തെ പ്രതിഫലിച്ച് കാണുന്നവയ്ക്കെല്ലാം തൃഷ്ണ തന്നെ കാരണം. തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അത് വെറും ആഗ്രഹമല്ല, അത്യാഗ്രഹം തന്നെ പറയാം നമുക്ക്. കാരണം വെച്ചാൽ അത് വളരെ എന്താ പറയുക, ഡീപ്പായിട്ട് പോയിരിക്കുന്ന സാധനമാണത്. അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനും പറ്റില്ല, അത് മുഴുവനാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത്. ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വൃക്ഷത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്തറിയണം. എന്നാൽ അതിനോടുള്ള ബന്ധം ഛേദിച്ചു കളയുകയും കഴിയാം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ മുഴുവൻ മനസ്സിലാക്കിയാലേ ഈ മരത്തിന് നമുക്ക് വെട്ടാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലും മരം വെട്ടണത് അറിവുള്ളവനാ കയറി വെട്ടണം, അല്ലാണ്ട് നമ്മളൊന്നും വെട്ടാൻ പറ്റില്ല. അപ്പോൾ അവനാ അറിവ് എങ്ങനെ നേടി? അവൻ പ്രാക്ടീസ് ചെയ്തു, അഭ്യാസ ചെയ്തത് കൗന്ദേയ. അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്കത് നേടാൻ സാധിക്കുകയുള്ളൂ എന്നാ പറയണം. ഇനി യഥാർത്ഥ വൃക്ഷത്തിൻ്റെ ഈ പ്രതിച്ഛായ്ക്ക് അതിനോട് തികച്ചും സാദൃശ്യമുണ്ട്. ഇവിടെയുള്ളത് എന്തും ആത്മീയ ലോകത്തിലും ഉണ്ട്. വ്യക്തിശൂന്യവാദികൾ ബ്രഹ്മമാണ്, കണ്ട, ബ്രഹ്മമാണ്. വ്യക്തിശൂന്യത ബ്രഹ്മം വരെ എത്തുള്ളൂ, അതിനപ്പുറം പോവാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഭൗതിക ലോകത്തിന് വേരെന്ന് പറയുന്നു. സാഖ്യാ സിദ്ധാന്ത പ്രകാരം വ്യക്തിശൂന്യവാദിയെ ബ്രഹ്മമാണ് ഭൗതിക ലോകത്തിൻ്റെ വേരെന്ന് പറയുന്നു. സാഖ്യാ സിദ്ധാന്ത പ്രകാരം ആ വേരിൽ നിന്നാണ് പ്രകൃതിയും പുരുഷനും ത്രിഗുണങ്ങളും പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റും വഴിയെ ഉളവായത്. ഇങ്ങനെ അവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായി വിഭജിക്കും. ഇത് നമ്മൾ അറിയാവുന്നതാണ്. പക്ഷെ അവര് ഇതിൽ കൂടെയാണ് അവർ കാണുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ശരിയായി ഈ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ഇന്ദ്രിയങ്ങളോട് ഇതിനോട് ബന്ധപ്പെട്ട് ഈ സെൻസ് ഓർഗൻസും മറ്റേ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ 25 പറയാം. പ്ലസ് നമ്മൾ 26ാമത്തെ ഭഗവാനെ കൂട്ടിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അത് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഇതിൽ കൂടിയാണ് എല്ലാം ഉണ്ടാവണമെന്ന് അവരുടെ ധാരണ. പഞ്ചഭൂത ഇന്ദ്രിയങ്ങൾ മനസ്സും മറ്റും വഴിയെ ഉളവായത്. ഇങ്ങനെ അവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായി വിഭജിക്കുന്നു. സർവാവിഷ്കാരങ്ങളുടെയും മൂലകേന്ദ്രം ബ്രഹ്മാവാണെങ്കിൽ ആ കേന്ദ്രത്തിൻ്റെ 180 ഡിഗ്രിയോളം വരുന്ന ആവിഷ്കാരം ആത്മീയ ലോകവും
180 ഡിഗ്രി ഭൗതിക ലോകവുമാണ്. മേൽക്കീഴായി മറിഞ്ഞ ഒരു നിഴലാണ് ഈ ഭൗതിക പ്രപഞ്ചം. അതുകൊണ്ട് ഇതിലുള്ള വൈവിധ്യം അത്രയും ആത്മീയ ലോകത്തിലും ഉണ്ടായിരിക്കും. അവിടെയുള്ള സത്യമാണെന്ന് ഭേദമേ ഉള്ളൂ. ഭഗവാന്റെ ഭാശക്തിയാണ് പ്രകൃതി, ഭഗവാൻ പുരുഷനും. ഇത് ഭഗവതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ആവിഷ്കാരം ഭൗതികമായതിനാൽ നൈമിഷികമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ആണ്. ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ അദൃശ്യവുമായ ആ പ്രതിഫലനം ക്ഷണികമാണ്. പക്ഷേ ഈ പ്രതിഫലനത്തിന് കാരണമായ ഉറവിടമെന്തോ അത് ശാശ്വതമാണ്. ഇത് എവിടുന്നാണ് നമ്മൾ ഈ റിഫ്ലക്ഷൻ തുടങ്ങുന്നത്? അതാണ് ശാശ്വതമായിട്ടുള്ളത്. യഥാർത്ഥ വൃക്ഷത്തിൻ്റെ ഭൗതിക പ്രപഞ്ചത്തെ മുറിച്ചു നീക്കേണ്ടതുണ്ട്. ഒരാൾ വേദജ്ഞനാണെന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തോടുള്ള ആസക്തിയെ അറുത്തു നീക്കേണ്ട വിധം അറിയുന്നയാൾ എന്നർത്ഥം. അപ്പോൾ ഇത് അറിയുന്ന ആളാണ് വേദവിത്ത് എന്ന് പറയുന്നത്. ഈ പ്രക്രിയ എന്തെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വേദജ്ഞനാണ്. മറിച്ച് വേദോക്തങ്ങളായ യജ്ഞാദിക്രിയകളാൽ ആകൃഷ്ടനായവർ, ഈ തത്വചിന്തകന്മാർ, അവരതാണ് ചെയ്യുന്നത്. അതിൻ്റെ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും, പക്ഷെ അതിൻ്റെ സ്ഥായിയായ ഭാവം അവർക്കറിയില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ആകർഷണീയമായിട്ടുള്ള ഈ ഭാഷയിൽ കൂടെ പറയുന്ന ആ സിദ്ധാന്തത്തിൽ അവർ മുഴുകിപ്പോകും. അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ചെയ്യാറില്ലേ, എന്താണ് പുത്രകാമേഷ്ടി യാഗം വേണ്ട. നമ്മൾ സിമ്പിളായിട്ട് പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സരസ്വതിയെ പോയി തൊഴുത് 1 രൂപയെങ്കിലും ഭണ്ഡാരത്തിലിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് വെച്ചിട്ടോ. എന്തിനാത്? സരസ്വതിയിൽ കൂടെ നമുക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അറിവ് നേടാൻ സാധിക്കും. അതേ വിഘ്നേശ്വരൻ വിഘ്നം തീർക്കണം. എന്തിനാ? ഈ വിഘ്നേശ്വരന് വിഘ്നം കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ വിഘ്നം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഹ്ലാദൻ്റെ കഥ എന്താണ്, നരസിംഹഭഗവാന്റെ കഥ കേട്ടല്ലേ? നരസിംഹഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം ആ ഉഗ്രമായിട്ടുള്ള ആ ദേഷ്യം അടങ്ങിയിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കേട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആരും അടുത്ത് ചെല്ലാതെ ആയിപ്പോയി കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദൻ ചെന്നപ്പോൾ കൈയെടുത്ത് അനുഗ്രഹിച്ചു. അപ്പോഴും ശാന്തമായി. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഗണപതി ഭഗവാൻ പോയി അദ്ദേഹത്തിൻ്റെ മടി കയറിയിരുന്നു എന്ന് പറയണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നരസിംഹ ഭഗവാൻ ഗണപതി എടുത്ത് മടിയിലിരുത്തി. അങ്ങനെ ഗണപതിക്ക് അനുഗ്രഹം കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം എല്ലാ വിഘ്നങ്ങളും തീർക്കാനുള്ള അദ്ദേഹം ഒരു ഗുരുവായി തീർന്നു അതോടുകൂടി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിനും വിഘ്നേശ്വരനായിട്ട് അദ്ദേഹത്തെ കാണുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിഘ്നം തീർത്തു വരും. അദ്ദേഹത്തിന് ഈ അനുഗ്രഹം നരസിംഹ ഭഗവാനിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയണത്. നമ്മൾ മറ്റ് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ കേട്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്നാണ് ഞാനും കേട്ടത്. ഇത് എത്രയാണ് സത്യം എനിക്കറിയില്ല, ആയിരിക്കാം. സത്യമാവാൻ സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹം തന്നെ വിഘ്നേശ്വരനാവില്ലല്ലോ. ഗണപതി ഭഗവാൻ തന്നെ വിഘ്നേശ്വരനാവില്ല. ആരെങ്കിലും അനുഗ്രഹം കിട്ടാണ്ട് പറ്റില്ലല്ലോ. ഞാൻ എന്താണ് ഷാർജയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങുന്ന സമയത്താണ് ഒരു പണ്ഡിതൻ വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വളരെ പണ്ഡിതൻ. അദ്ദേഹം അവിടെ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വലിയൊരു പ്രൊഫസറാണ്. അദ്ദേഹമൊക്കെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? ഈ 2ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച ആൾ ഞാൻ എന്ത് പറയാനാണ്? നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, ഇത്തിരി പഠിച്ചു വരണേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നാരായണാൻ ജപിക്കാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പം നമ്മളോട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് ഭഗവാൻ എന്താണ് വിഘ്നേശ്വരനെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൂടാ? നല്ല കാര്യമാണ് അല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, അങ്ങക്ക് ഈ ഗണപതിയെ ഗുരുവായിട്ട് സ്വീകരിക്കണമെന്ന് ആരാ പറഞ്ഞു തന്നെ? ആരെങ്കിലും പറയാണ്ടത് അറിയില്ലല്ലോ. ഓക്കെ, ഗണപതി ഗുരുവായിട്ട് സ്വീകരിക്കാം. ആരാ അങ്ങക്ക് പറഞ്ഞു തന്നെ? അവിടെ അദ്ദേഹം തോറ്റു. അദ്ദേഹം പറഞ്ഞു എന്നാ. അപ്പോൾ ആ പറഞ്ഞു തന്ന ആൾ തന്നെയാണ് ഗുരു അങ്ങനെ. അപ്പോൾ കാര്യം ചെയ്യാൻ നമുക്ക് ആരാണോ ഉപദേശം തരുന്നത്, നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഗുരുവാണ്. നമ്മളൊരു 24 ഗുരുക്കന്മാരെ പറ്റി പഠിച്ചിട്ടില്ലേ ഈ ഭാഗവതത്തിൽ? പാമ്പ് നമ്മുടെ ഗുരുവാണ്. പാമ്പ്, എലി, അങ്ങനെയുള്ള ഒന്ന് ആലോചിച്ചു. കാക്ക, അതേപോലെ അങ്ങനെ പല ജന്തുക്കളും നമ്മൾ ഗുരുവായിട്ട് പഠിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ അതിൽ കൂടെ ആ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. അതിനെ നമ്മൾ ഗുരുവാണ്. അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ വ്യത്യാസം. മറ്റുള്ള സംസ്കാരമായിട്ടുള്ള വ്യത്യാസം അതാണ്. നമ്മൾ എന്തിനേയും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. സത്യമാണോ അത് സ്വീകരിച്ചിരിക്കും. അവിടെ ശൂദ്രനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ആരും നോക്കൂല. അത് സത്യമാണ്, തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കുക. അതാണ് നമ്മുടെ ആർഷ സംസ്കാരം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും നിലനിന്ന് പോകുന്നത്. ഈ 5000 വർഷങ്ങൾ കഴിക്കുമ്പം ഇതിന് ഒരു കോട്ടവും തട്ടാൻ നിൽക്കണം. എന്താണ് അതിൻ്റെ ആ സത്യസന്ധത കൊണ്ടാണ് അതിപ്പോഴും നിലനിൽക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു തീർക്കാം.
ഭഗവാൻ സ്വയം വൃക്ഷത്തിൻ്റെ അഴകുള്ള പച്ചിലകളാണ് ബ്രഹ്മം. അയാൾ വേദങ്ങളുടെ ശരിയായ ഉദ്ദേശമൊന്നും ഗ്രഹിച്ചിട്ടില്ല. ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശം. വേദങ്ങളുടെ ഉദ്ദേശമാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് വേദങ്ങൾ പഠിച്ചിട്ട് നമുക്ക് വലിയ പണ്ഡിതനാവാനല്ല. ആവണം, പക്ഷേ അത് പണ്ഡിതനാവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഈ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താൽ അതുകൊണ്ട് ഗുണമാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യമില്ല. ഇവിടെ ഞാൻ 14, 13 പ്രകൃതി, നമ്മൾ 13 നമ്മൾ പഠിച്ചു എന്നല്ലേ. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ, ക്ഷേത്രം, ഒരു 6 കാര്യങ്ങളുണ്ടല്ലോ. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം, ജ്ഞേയം 6. ഈ 6 കാര്യങ്ങൾ 13 നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താണ്? അതൊരു അറിവാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഭഗവാനെ സേവിക്കുന്നുണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ 14 എന്താണ്? ഈ 3 ഗുണങ്ങളെ നമുക്ക് അതിക്രമിക്കാം. ഏതാ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിനെ നമുക്ക് മറികടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവര്. മനസ്സിലായോ? അപ്പൊ അതിനെ കവിച്ച് കിടക്കണേ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യണം. അപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബ്രഹ്മത്തിനേലും മേലെ നമുക്ക് പോകാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മത്തിനും മേലെയാണ് ഭഗവാൻ ബ്രഹ്മത്തിനും മേലെയാണ്. നമ്മൾ മറ്റേ ഈ രൂപമില്ലാത്ത പറയുന്ന വാദികൾ അവർക്ക് അതറിയില്ല. അവർ ബ്രഹ്മം വരെ നിന്നിട്ട് അവിടെ നിൽക്കുകയാണ്, പിന്നെ മുന്നോട്ട് പോകുന്നില്ല. അതേപോലെ ഈ അധ്യായത്തിലെ കാര്യങ്ങൾ അതിനെ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. 1 മുതൽ 6 വരെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞ മുക്തിയെ പറ്റി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റാച്ച് ചെയ്തിട്ട്, ഭൗതികമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടോ 7, 11 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുക്തി നേടിയില്ലെങ്കിൽ നമ്മൾ ബന്ധനസ്ഥനാവും. ജനനം, മരണം, വാർദ്ധക്യം അതിൽ പെട്ടുപോകും. അപ്പം അതിൽ നിന്നും മുക്തനാവണമെങ്കിൽ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യണം. ഭക്തിയുത സേവനം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അധ്യായത്തിൽ പറഞ്ഞ രീതിയിൽ നമ്മൾ ജ്ഞാനം നേടുക എന്നുള്ളതാണ്. മനസ്സിലായി? പിന്നെ 12, 15 ഭൗതിക അസ്തിത്വം ചെയ്യാൻ, മെറ്റീരിയൽ എക്സിസ്റ്റൻസ്, അതേപോലെ തന്നെ നമുക്ക് ആത്മീയമായിട്ട് ഉയരാനുള്ളതാണ് നമ്മുടെ എൻഡോവർ. ഇതിനൊക്കെ ഭഗവാൻ നമ്മൾ സഹായിക്കുന്നതാണ്. ഇതിനൊക്കെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഭഗവാൻ സഹായിച്ചു തരും. അതാണ് 12 മുതൽ 15 പറയാം. പിന്നെ 16 മുതൽ 17, 18 ശ്ലോകം എന്ന് പറയും. 3 ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ വേദങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വേദം എങ്ങനെ പഠിക്കണം, വേദത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അതൊക്കെ. പിന്നെ 19, 20 ലാസ്റ്റ് 20 ശ്ലോകമുള്ളൂ. ഇതെന്ന് നമുക്കറിയാലോ. ഈ 19, 20 ഭഗവാനാണ് എല്ലാം, പുരുഷോത്തമനാണെന്ന്. ഭഗവാനാണ് എല്ലാം, പുരുഷോത്തമനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ശ്രീലപ്രഭുപാദും ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുക, ശാസ്ത്രീയമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ട് ബന്ധപ്പെടുക അത് അപ്പോൾ സ്പിരിച്വലായി അത് വേണ്ട രീതിയിൽ ബന്ധപ്പെടുകയാണ്. അല്ലാണ്ട് വെറും ബന്ധമല്ല. നമ്മൾ ഭഗവാന്റെ രൂപം കൊണ്ട് നമസ്കരിച്ച് ഒരു സല്യൂട്ട്, അങ്ങനെയല്ല. ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയേണ്ട രീതിയിൽ അനലൈസ് ചെയ്ത് നമുക്ക് ഭഗവാനെ പറ്റി പഠിക്കാം. അതാണ് പറയുന്നത്. പിന്നെ ഈ 15:1 പ്രധാനമായിട്ട് പറയുന്നത് മൂർസം, മൂല, അത് ശാഖം, അശ്വത്ഥം, പ്രാഹുർ, അവ്യയം, ചന്ദാംസി, യസ്യ പർണാനി വേദ യസ്തം വേദ സവേദവിത്. ഇതാണ് ഇവിടെ ഈ പുരുഷോത്തമ യോഗത്തിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് മേലോട്ടും ശാഖകൾ താഴോട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ അശ്വത്ഥം അറിയാലോ. പക്ഷേ ചന്ദാംസി യസ്യ പർണാനി, ഇവിടെയാണ് കാര്യം കിടക്കുന്നത്. ചന്ദാംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ അറിയാമായിരിക്കും ഛന്ദസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു ഛന്ദസ് ഉണ്ട് എല്ലാ മന്ത്രത്തിനും. അതാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. കാരണം നമ്മളെന്താ ജപിക്കുന്ന, ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ജയ ശ്രീകൃഷ്ണ, എന്താ പെട്ടെന്ന് പറയാത്ത എന്താ? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരവം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമോ? നമ്മൾ ഇനി ജപിക്കാൻ പോകുന്ന നാമത്തിൽ എന്തെങ്കിലും അപരാധമുണ്ട്, തീർച്ചയായിട്ടും അപരാധം ഉണ്ടാവും അല്ലേ? ജപിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അപരാധങ്ങൾ വരും. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഛന്ദസ്, മനസ്സിലായോ? അപ്പോൾ ഈ ഛന്ദസ്സിൻ്റെ ഞാൻ
ഞാൻ ആക്ച്വലി ഇത് ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പക്ഷെ എനിക്കത് അറിയില്ല. ഞങ്ങൾ നമ്മൾ പറയില്ലേ ഓ നമോ നാരായണ എന്ന് ജപിക്കില്ലേ, ഓ നമോ നാരായണ എന്ന് ജപിക്കുന്നതിന് മുമ്പ് അതിനൊരു ഛന്ദസ്സുണ്ട്. ആ ഛന്ദസ് ഒന്ന് ജപിക്കണം. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ദിവസം ജപിക്കണതാണ്, പക്ഷേ എനിക്കറിയില്ല. ഞാൻ ആ വഴിക്ക് പോകാറില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധ്യായ നാരായണ ഋഷി. അത് എങ്ങനെയാണെന്നറിയാം? സ്വാധ്യായ നാരായണ ഋഷി, അനുഷ്ഠുപ് ചന്ദ, പിന്നെ പരമാത്മാ ദേവത. ഇങ്ങനെ 3 ഇതാണ് പ്രക്രിയ, ഇതാണ് ഛന്ദസ്. ഇത് കഴിഞ്ഞിട്ടാണ് ഓ നമോ നാരായണ എന്ന് ചോദിക്കാം. ഇത് അഷ്ടാക്ഷരത്തിനായി. ഇനി പഞ്ചാക്ഷരത്തിനുണ്ട്. പഞ്ചാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പഞ്ചാക്ഷരം എന്താ? ഓം നമ ശിവായ. ഇതിനുണ്ട് ഛന്ദസ്. ഇതിൻ്റെ ഛന്ദസ് കേട്ടോ. വാമദേവാവൃഷി, വാമദേവഋഷി പങ്കജി ഛന്ദ, വാമദേവാവൃഷി പങ്കജി ഛന്ദ, സദാശിവോ രുദ്രോ ദേവത, സദാശിവോ രുദ്രോ ദേവത, ദേവത. ഇങ്ങനെ ജപിച്ചിട്ടേ നമ്മൾ നാമം ജപിക്കാവൂ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് അങ്ങനെ ജപിച്ചാൽ ഗുണമുള്ളൂ എന്നാണ് പറയണേ. അങ്ങനെ ജപിച്ചാൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുണം കിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല അപരാധങ്ങളും ഈ നാമം ജപിക്കണം അല്ലേ? സന്ധ്യാരിത്തം ഇപ്പോഴൊന്നും നാമം ജപിക്കാറില്ല. പണ്ടൊക്കെ സന്ധ്യാരിത്തത് വിളക്ക് വെച്ചില്ലെങ്കിലും വേണം മണ്ണവിളക്കെങ്കിലും കത്തിച്ചു വയ്ക്കും. എന്നെങ്കിലും നാമം ജപിക്കും. നമസ്കായ നമസ്കായ നമസ്കാരം, നാരായണ നാരായണ, രാമ രാമ രാമ. ഇപ്പോൾ അതൊന്നും കേൾക്കാനില്ല. ഇപ്പോൾ എന്താണ് കേൾക്കണേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ പേര് പറയുമോ? എനിക്ക് ആ സീരിയലിൻ്റെ പേരും അറിയില്ല. അതാണ് കുടുംബ വിളക്കോ മറ്റേ വിളക്കോ ഇതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ നേരെയാവും നമ്മൾ? അല്ലേ, നമ്മൾ കീഴോട്ട് പോകാൻ. എന്നിട്ടും പറയണത് എന്താ? ഞങ്ങൾ മുന്നോട്ട്. പണ്ട് ഞങ്ങൾക്ക് കാറുണ്ടായില്ല, ഇപ്പോൾ കാറായി. ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട്. ഇപ്പോൾ ലോകം തന്നെ മുന്നോട്ട്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ തന്നെ ഇപ്പോൾ 100 കൂട്ടം ക്യാൻസറായി. മറ്റത് ഒരു ക്യാൻസറേ ഉണ്ടായിരുന്നുള്ളൂ, എവിടെയെങ്കിലും പഴുക്കും ചത്തുപോകും. ഇപ്പോൾ 100 കൂട്ടം, ഡോക്ടറോട് വെച്ചു 100 കൂട്ടം ക്യാൻസറാണ്. 100 കൂട്ടത്തിനും ചികിത്സ വേറെ ഉണ്ട്. എന്നിട്ടും തീരുമോ? എന്നിട്ട് ഇതിപ്പോൾ വേറെ ഇപ്പോൾ മറ്റേ ഇതിന് കൊറോണയ്ക്ക് വേറെ ഒരു പുതിയത് വന്നിട്ടുണ്ടെന്നാണ് പറയണേ. ഇപ്പോൾ ഇങ്ങോട്ടൊന്നും തീരില്ല. എംപോക്സ് അത് കൂടാണ്ട് വേറെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ഇതാണ് പറയുന്നത്, നമ്മൾ എന്നാലും നമ്മൾ പഠിക്കില്ല. അന്നേരെങ്കിലും ഒരു ദിവസം ഒരു നാമം ജപിക്കാൻ നമ്മളെ കൊണ്ട് തോന്നണില്ല. എന്നിട്ടും നമ്മൾ പുരോഗതി എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനുഭവിക്കാണ്ട് പറ്റില്ല. അപ്പോൾ ചൈന മഹാപ്രഭു 10,000 വർഷം പറഞ്ഞേക്കണം കേട്ടോ. 10,000 വർഷം നമുക്ക് തന്നിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ രക്ഷപ്പെടണം. ഇപ്പം ഈ ജന്മം കൊണ്ട് ചിലപ്പോൾ ഡോക്ടറെ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടു എന്ന് വരില്ല. ചിലപ്പോൾ ഇനി ജന്മം ആയിക്കോട്ടെ, വിരോധമില്ല. എന്നാലും 10,000 വർഷത്തിനുള്ളിൽ നമ്മൾ രക്ഷപ്പെടണം. ഈ കാൽഭാഗമില്ലേ, 3/4 ഭാഗത്തിൽ നമ്മൾ എത്തണം. കാൽഭാഗമാണ് ഭൗതിക ലോകം, 3/4 ഭാഗം അവിടെയാണ്. അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് പറയണത്. അപ്പോൾ അതിനുള്ള പ്രയത്നങ്ങൾ നമ്മൾ ഇപ്പോഴേ ചെയ്യാം. പ്രഭുവാദിന് ഇവർക്കൊക്കെ നന്ദി പറയാം. ആചാര്യപാദന് നന്ദി പറയാം. അദ്ദേഹം നമ്മളെ ഗുരുവായിട്ട് സ്വീകരിച്ചു, വലിയ കാര്യമായി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്ത് യോഗ്യതയുള്ളത് നമുക്ക്, എന്നിട്ടും അദ്ദേഹം നമ്മളെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദിയുണ്ട്. കാരണം അതുകൊണ്ട് എന്തുണ്ടായി? നമ്മളൊരു വഴിക്ക് വന്നു. ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. നേരെ നമ്മൾ നടക്കൂല, തൊങ്കിയാണ് പോണെങ്കിലും വഴി നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നെ ഞാൻ ഈ ഭഗവാൻ ഇവിടെ ഈ രൂപാലങ്കാരത്തോടുകൂടി ഈ വൃക്ഷത്തിനെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പറയാം, ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് തല കീഴായിരിക്കുന്ന വൃക്ഷം. പക്ഷെ അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി അതിൽ നിന്നും നമ്മൾ പുറത്ത് കിടക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പ്രഭുപാദ് എപ്പോഴും പറയണം, ഫലോദിഷ്ടകർമ്മങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഫലോദിഷ്ടകർമ്മം കൊണ്ട് നമ്മൾ താഴോട്ട് പോകുള്ളൂ. പിന്നെ ജനനം മരണം അതിൽ തന്നെ അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ആലിലുള്ള പഴം, നമ്മൾ ചെയ്ത ഇതിൻ്റെ ഫലമാണ് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ നേരത്തെ പറഞ്ഞുകൊണ്ട് വേദമന്ത്രങ്ങളിൽ കൂടെ നമുക്ക് പുരുഷാർത്ഥം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, നമുക്ക് അതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ അതിനപ്പുറം നമ്മൾ കടക്കണം. നമ്മുടെ പിന്നെ പറയുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? നമ്മളിങ്ങനെ അനുഭവിക്കാനുള്ള കാരണം എന്താണെന്നോ പറയാമോ?
ആർക്കെങ്കിലും പറയുമോ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ദുരിതം അനുഭവിക്കുന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രാധാശക്തി മാതാജി, ഓ കേൾക്കണില്ല കേട്ടോ, കേൾക്കണില്ല. നമ്മൾ ഈ ഈ ഈ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ? കർമ്മം. എന്താണത്? കർമ്മഫലമാണ്. അത് ശരി. അപ്പം ആ കർമ്മഫലത്തിൽ പെടാൻ കാരണം എന്താണെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാമാതാജി, ഈഗോ തന്നെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ ലോകത്തായിരുന്നു, ആധ്യാത്മിക ലോകത്തായിരുന്നു. അപ്പം അവിടെ ഈ കൃഷ്ണൻ്റെ ഈ പരിപാടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അസൂയ തോന്നി. അസൂയ. എനിക്ക് അങ്ങേരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്ക് സൂഹിക്കണം എന്നൊരു തോന്നൽ. പ്രഭു അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല കേട്ടോ, അങ്ങേരെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഈ സുഖങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കണമെന്ന് തോന്നി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പൊക്കോ, നീ അങ്ങോട്ട് പൊക്കോ, അവിടെ പോയി അനുഭവിച്ചിട്ട് വാ. അങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൈയും കാലും അടിച്ചിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കൂ, എന്നെ ഇവിടെ കൈയും കാലും അടിച്ചിട്ട് കാര്യമുണ്ടോ? അന്നേരം എന്ത് ചെയ്യാൻ വേണ്ട. അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, നീ കൈയും കാലും ഇട്ട് അടിച്ചോ, പക്ഷെ എൻ്റെ നാമം ചോദിക്കുക, എൻ്റെ സങ്കീർത്തനം ചെയ്യുക, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എൻ്റെ കാലം പ്രചരിപ്പിക്കുക, ലീലകൾ മനസ്സിലായി. ഭഗവാൻ അത് തന്നെ പറയാം. അപ്പോഴും കൈ നീട്ടി നിൽക്കുകയാണ് ഭഗവാൻ, വന്നോളൂ, ഞാൻ രക്ഷിക്കാമെന്ന്. പക്ഷെ നമ്മളത് കേൾക്കാനില്ല. അല്ലാതെ നമുക്ക് പെട്ടെന്ന് എനിക്കിപ്പോൾ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കണം, എനിക്കിപ്പോൾ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും തീർക്കണം എന്ന് ചോദിച്ചാൽ നടക്കില്ല. അതാണ് നമ്മൾ അവസ്ഥ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയേണ്ടത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് സ്ഥിരമായിട്ടുള്ളതല്ല, അത് വന്നും പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പ്രകടമാവും, ചിലപ്പോൾ പ്രകടമാകും. ഇതേപോലെ തന്നെ വസ്തുക്കളും അതെ, കാര്യശരീരം ഉണ്ടായിരിക്കും, അവ്യയമാണെങ്കിലും, പക്ഷെ അത് എപ്പോഴും മായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അശ്വത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയുള്ള അശ്വത്തിനെ നമ്മൾ മുറിച്ച് കളയണമെന്ന് അവരാണ്. പിന്നെ വേദങ്ങളിൽ പറയുന്ന അശുദ്ധം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എന്താണ് ഈ അരയാലിന്, ഈ അശ്വത്തിന് 2-3 പേര് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് അതിന് സ്ഥിരതയില്ല, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാറ്റം വന്ന സംഗതിക്കാരി നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യല്ലേ, മരം നമുക്കറിയാവുന്നതാണ്. ഇന്ന് കണ്ട മരമാവില്ല നാളെ, ഇന്നൊരു ജില്ല ഉണ്ടാവും, ചിലപ്പോൾ നാളെ 4 ജില്ല കാണും. അപ്പോൾ ഇതിനിങ്ങനെ സംഭവിച്ചുകൊണ്ട് അതേപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമ്മൾ കൂടുതൽ താല്പര്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധനങ്ങളിലേക്ക് കുടുങ്ങുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബന്ധനസ്ഥനായിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയില്ല. പക്ഷേ പിന്നെ തോന്നും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് സന്തോഷം തോന്നുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് സന്തോഷം തോന്നുമായിരിക്കും. പക്ഷെ ആ സന്തോഷം കഴിഞ്ഞാൽ പിന്നെയും ദുഃഖമാണ് നമ്മൾ വരാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അശ്വത്ഥം ഇതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ തത്വം നമ്മൾ മനസ്സിലാക്കുക. ഈ അശ്വത്ഥം എന്ന് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മാറ്റം സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബന്ധനസ്ഥനാവും, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതിൽ നിന്നും മാറണമെന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ട് പഠിച്ച് അതിനെ നമ്മൾ അറുത്ത് കളയാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയണത്. ശ്രദ്ധ കുടുങ്ങിയ പുറമേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ആകർഷമായിട്ടുള്ള ഈ ഭാഷകളിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നമ്മൾ കുടുങ്ങിപ്പോവും. അതിൻ്റെ ഭംഗി, അതിൻ്റെ ചാതുര്യത, ഇതിലൊക്കെ നമ്മൾ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിയായി അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. അതേപോലെ തന്നെ പിന്നെ അശ്വത്തിന് വേറെയുള്ള പേരുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കുതിര എന്ന് പറഞ്ഞാൽ, കുതിര എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം 3 കാലിൽ നിൽക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. 3 കാലിൽ നിൽക്കുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൗതിക ലോകത്തിനെ ആധ്യാത്മിക ലോകത്തിനെ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ അശ്വത്വം ഇങ്ങനെയാണ്, 3 കാലിൽ നിൽക്കും. 3 കാലം ചെയ്യാം, 3/4 ഭാഗം ആധ്യാത്മിക ലോകവും 1/4 ഭാഗവും ഭൗതികവുമാണ്. അപ്പോൾ ഈ ഭൗതികത്തിൽ ഈ ഒരു കാൽ അതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകപാദ വിഭൂതി എന്ന് പറയും. ഏകപാദ വിഭൂതിയാണ് ഭൗതികം. അപ്പോൾ ഈ ഏകപാദ വിഭൂതി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല, നമ്മൾ അവിടെ തന്നെ കിടക്കുകയുള്ളൂ.
അതേസമയം ത്രിപാദം വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മിക ലോകത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചെന്ന് പറയുന്നത് നമുക്ക് അതേപോലെ നമ്മൾ അത്രയും മുക്തി നേടിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൃക്ഷത്തിനെ ഇതായിട്ട് ഈ ഇങ്ങനെയുള്ള അശ്വത്ഥത്തിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിനെ അറുത്ത് കളയാണെന്ന് പറയുന്നത്. പിന്നെ പ്രഭുവാദ് പറയുന്നുണ്ട് ഫലോദിഷ്ടകർമ്മ, അതെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഞാൻ കുറച്ച് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊന്നും നോട്ട് ചെയ്തുകൊണ്ട് വേദങ്ങളിലെ പിന്നെ പറയുന്നത് വേദങ്ങളിലെ അന്തരാർത്ഥം, നമ്മൾ ഈ പറഞ്ഞില്ല ഈ ഇലയെപ്പറ്റി നമ്മൾ പറഞ്ഞു വേദങ്ങളിലെ മന്ത്രമാണ്, ഇതിൻ്റെ അന്തരാർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അതിൻ്റെ ആ ആകർഷകമായിട്ടുള്ള ആ ഭംഗിയോടുള്ള ആ ഭാഷയിൽ നമ്മൾ കുടുങ്ങുകയാണ്. അതാണ് പുത്രകാമേഷ്ടിയും മറ്റേ കാമേഷ്ടിയും മറ്റേ യോഗങ്ങളും. ആ യോഗങ്ങൾ അതിനുവേണ്ടി സരസ്വതി പൂജ ചെയ്യുക, വിഘ്നേശ്വരന് എന്താണ് വിഘ്നന് ഗണോദ്യോമം നടത്തുക, അല്ലെങ്കിൽ ഭഗവത് സേവ ചെയ്യുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുടുങ്ങി കിടങ്ങുന്നതുകൊണ്ടാണ് നമുക്ക്. അതുകൊണ്ടാണല്ലോ ഈ നമ്മുടെ എന്താണ് ജ്യോത്സ്യന്മാർ ജീവിച്ചു പോകണം. അതുകൊണ്ടാണല്ലോ അവർ ആ വിഗ്രഹത്തിനെ എടുത്ത് ആ ഗ്രഹത്തിനെ എടുത്ത് ഈ ഗ്രഹത്തിലാക്കി, ഈ ഗ്രഹത്തിനെ 2 ഗ്രഹം കൂടി മറ്റേ ഗ്രഹത്തിലായി മുട്ടിച്ച് അതിൽ നിന്ന് ഒരു ഗ്രഹത്തിനെ മാറ്റിയെടുത്തു. പിന്നെ ഈ ഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗണിച്ച് അത് സത്യമായിരിക്കാം, അവരുടെ ജ്യോത്സ്യം എന്ന് പറയുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ അതിനെ ഗണിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ഈ സരസ്വതി പൂജയും ഈ ഭഗവത് സേവനവും ഇതൊക്കെ നമ്മൾ നടത്തുന്നത്. പക്ഷെ ഇത് ചെയ്യണം ശരിയാണ്. നമ്മളുടെ ആഗ്രഹപ്രകാരം അത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഭോക്താവ് ആരാന്ന് നമുക്കറിയാം. നമ്മൾ പഠിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പഠിക്കുന്ന ഇതാണ്, ഭോക്താരം യജ്ഞ തപസം സർവലോക മഹേശ്വരം, അല്ലേ? ഏതാണ് ശ്ലോകം? ഏതാ? 5:29 അല്ലേ? ഭോക്ത സർവലോകം സുഹൃതം സർവഭൂതാനം. എത്ര കാര്യമായിട്ടാണ് പറയണമെന്ന് നോക്കും. എല്ലാവരുടെയും സുഹൃത്ത് ഞാനാണ്. നെഞ്ചിലടിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഞാനാണ് നിന്റെ സുഹൃത്ത്. വേറെ ആർക്കും ഇത് പറയാൻ പറ്റുമല്ല. സുഹൃതം സർവഭൂതാനം ജ്ഞാത്വാം മാം ശാന്തി മറിച്ച് അവനാണ് ശാന്തി കിട്ടുള്ളൂ. അവന് ശാന്തി എന്താണ്? ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഭഗവാനെ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് ശാന്തി കിട്ടും. പിന്നെ മാതാജി ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട എന്നുള്ളതാണ്. ഉറപ്പിച്ചോളൂ, ഇപ്പം തന്നെ ഉറപ്പിച്ചോളൂ അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ അതാണ്. അതേപോലെ തന്നെ വേദങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന വേദങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? വേദങ്ങളുടെ ഉദ്ദേശം തന്നെ തലകീഴായി കിടക്കുന്ന ഈ വൃക്ഷത്തെ മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഈ മുറിച്ചു മാറ്റണമെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ അറിവുണ്ടാവണം. അത് മുറിച്ചു മാറ്റണമെങ്കിൽ അറിവുണ്ടാവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭക്തിയുത സേവനം ചെയ്യുക, അല്ലാതെ വേറെയില്ല. എന്തിനാ നമ്മൾ ജഗത്ത് തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലല്ലോ. ജഗത്ത് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൃക്ഷത്തിൻ്റെ കാര്യം പറയാനുണ്ടോ, അല്ലേ? സ്ഥിരതയില്ലാത്തതാണ് അശ്വത്ഥം. അതേപോലെ തന്നെ ജഗത്തും ഗച്ഛതി ഈ ജഗത്ത് പറയുന്നത് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ വൃക്ഷത്തിനെ നമുക്ക് അറുത്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും സമയമായില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആചാര്യന്മാരുടെ കൃപ, അത്രേ ഉള്ളൂ. എനിക്ക് അവർ പറഞ്ഞു തന്നത് ഞാൻ അങ്ങോട്ട് എന്താണ് വിളിച്ചു പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എനിക്കറിയാത്ത ഉത്തരങ്ങളാണ് ഇത്. വലിയ ആചാര്യന്മാർ ഇവരൊക്കെ ഉണ്ട്, അവരൊക്കെ പറഞ്ഞു തരും. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോളും. എന്നുവെച്ചാൽ മടിക്കണ്ട, ആർക്കും എന്ത് വേണമെങ്കിലും ചോദിക്കാം. രാഷ്ട്രീയം മാത്രം പാടില്ല എന്നുള്ളൂ. ആധ്യാത്മികമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉയരാമെന്നോ, എങ്ങനെ ആധ്യാത്മികം ഉയരാൻ സാധിക്കും, എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കും, എങ്ങനെ നാമം ജപിക്കും നമുക്ക് മനസ്സിനെ സ്ഥിരമാക്കിയെടുക്കാൻ സാധിക്കും, അതൊക്കെ ചോദിക്കൂ. നമുക്കതൊക്കെ പറഞ്ഞു തരാൻ നമ്മളെ കൊണ്ട് സാധിക്കും, അല്ലേ? ഹരേ കൃഷ്ണ. നമ്മളിപ്പോ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ചില ശീലങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക്. അങ്ങനെ പലതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അവിടെയൊക്കെ ഇപ്പോഴും നമ്മൾ പോകുന്നതൊക്കെ ഉണ്ട്. അപ്പം അതും ഇതുമായിട്ട് പൊരുത്തക്കേടുണ്ടാവുമോ? അവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ പഴയ
ചെയ്തോളൂ, ചെയ്യുന്നതിൽ വിരോധമില്ല. അമ്മയാണ് എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ചെയ്യുമ്പോഴും പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് അത് കിട്ടണം ഇത് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാതിരിക്കുക. അതേസമയം എനിക്ക് കൃഷ്ണപ്രേമം തരുമോ, എൻ്റെ അമ്മയെ ദേവി മഹാമായെ എനിക്ക് കൃഷ്ണപ്രേമം തരും. കൃഷ്ണൻ എനിക്ക്, ഞാൻ മണ്ടനാണ്, ഞാൻ എനിക്ക് വിവരമില്ല, ബുദ്ധി കിട്ടവനാണ്, എനിക്ക് അത് അറിയാനുള്ള ഒരു വിവേകം എനിക്ക് തരൂ, ഒരു സ്വല്പം വിനയം തരൂ. അത് പ്രാർത്ഥിച്ചോളൂ. അവരെ പോവുക, അവരെ നമസ്കരിക്കുക, ഒക്കെ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം, അതിൽ വിരോധമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതായിരിക്കണം നമ്മൾ ചോദിക്കുന്നതും. നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഭോക്താരാം യജ്ഞത്തിൻ്റെ എല്ലാം എത്തിച്ചേരുന്ന എവിടെയാണ്? ഭഗവാനിലാണ്. അപ്പോൾ പിന്നെ ഭഗവതിയിൽ കൂടെ നമുക്ക് യജ്ഞം അങ്ങോട്ട് ചെല്ലട്ടെ, അതിനെന്താ വിരോധമുള്ളത്? അതിൽ വിരോധമില്ല. പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ മാറും എന്നുള്ളതാണ്. ഈ താത്വികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ നിഷ്ഠയൊക്കെ നമ്മൾ ഒഴിവാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഗുണം ഇതൊക്കെ അറിയാനുള്ള സൗകര്യം ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് ഇത് പഠിക്കാനുള്ള സമയം നമുക്ക് വേസ്റ്റ് ആക്കണ്ട. ആ സമയം നമുക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കും. ഇതാണ് ഇത്. അപ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മൾ കുറേ കണ്ട് ഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്മയുടെ അടുത്ത് പോകേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം അമ്മയ്ക്കറിയാം, അത്രയും സമയം ഇവർ ഭഗവാനെ ഭജിക്കട്ടെ, കുറേയും കൂടി അവർക്ക് അവസരം കൊടുക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തെറ്റില്ല, പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. അവരെ ആദരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വെച്ച് കഴിഞ്ഞാൽ പൂജിക്കണ്ട, ആദരിക്കണം, എല്ലാവരെയും ആദരിക്കണം. അല്ല, നമ്മൾ ഇംഗ്ലീഷിൽ വർഷിപ്പ് എന്ന് പറയുന്നതും എന്താണ് അല്ല 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 പ്രഭാത പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് ഒരു വേടുണ്ട്, പൂജയാണോ? പൂജയല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും രണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ആദരിച്ചില്ലെങ്കിലും വിരോധമില്ല, ചിലപ്പോൾ മുഷ്ടിലുണ്ടാവുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഒരു എൻ്റെ കൂടെ വന്ന ഒരാളെ ഞാൻ ആദരിച്ചില്ല, മുഷ്ടിലുണ്ടാവും. പക്ഷേ ഭഗവാനെ അതിനെ ആ വാക്ക് എന്നെ മറന്നു, എൻ്റെ ദൈവം. അയ്യോ, അല്ലല്ല, മലയാളത്തിൽ സംസ്കൃതത്തിലുണ്ട് ആ വാക്ക്. അത് നമ്മൾ ഭഗവാൻ ഒരിക്കലും അത് ചെയ്യാതിരിക്കരുതെന്നാണ്, നമ്മുടെ ധർമ്മത്തിൽപ്പെട്ടതാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ താഴെ വീഴും. നമ്മൾ തീർച്ചയായിട്ടും വീഴുന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തെയാണ് നമ്മൾ ഭജിക്കുക. ഭജതിയെന്നും വർഷിപ്പ് എന്ന് പറഞ്ഞ് രണ്ടും രണ്ടാന്നാണ് പറയണത്. വിദ്യാമാതാവ് മനസ്സിലായോ? ഭജിക്കണത് ഭഗവാനെ മാത്രമേ ഉള്ളൂ. ഭഗവാനെ ഓർമ്മിപ്പിച്ചിട്ടോ, കൃഷ്ണ ഗുരുവായൂരപ്പ നന്നായി. ആ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനേ ഉള്ളൂ. അത് ഈ വർഷിപ്പിനോട് തുലനമാവില്ല എന്ന് പറഞ്ഞാൽ. വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ആരാധിക്കാം, ഒരു രാഷ്ട്രീയക്കാരനെ ആരാധിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ അങ്ങനെ ആരാധിക്കാം. പക്ഷേ ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വർഷിപ്പും ഭജിതയും ഒന്നാവില്ല. പ്രഭാതം എടുത്തെടുത്ത് 100 സ്ഥലത്ത് പറഞ്ഞാണ്ട് ഇത്. അപ്പോൾ വർഷിപ്പും ഭജിതയും ഒന്നല്ല. ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഭജിക്കുക. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? അതിൽ മനസ്സിലായോ? ഇനി എന്തെങ്കിലും Hare Krishna Prabhu. Thank you so much. ഹരിബോൾ. Prabhu, ഇപ്പൊ ലാസ്റ്റ് വീക്ക് നമുക്കിപ്പോ ഗണേശ ചതുർത്ഥി ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ആ സമയം. അപ്പൊ അവിടെ ഒരു മാതാജിയുടെ വീട്ടിൽ അവര് ഗണപതി പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി ആ കണ്ടിന്യൂസ് ആ ഒരാഴ്ച ഞങ്ങൾ അവിടെ ഡെയിലി പോയി പൂജ ചെയ്തു. അപ്പോ എന്താ ആ പൂജ കഴിഞ്ഞിട്ട് അവസാന ദിവസം വിസർജനം ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് what I saw was there was lot of blockages എന്റെ ഉള്ളിലുള്ളത്, mental blockages, everything was slowly getting removed. അപ്പൊ എന്നിട്ട് ഞാൻ ആ മാതാജിയോട് ചോദിച്ചു, how was this happening? മാതാജി പറഞ്ഞു, ഈ ഗണപതിയുടെ തന്നെ, ഗണപതി പ്രഭു പറഞ്ഞ പോലെ he is in a ഗുരുസ്ഥാനത്തിലുള്ള ആണ് അദ്ദേഹം. കാരണം ഞാൻ അപ്പൊ ഒരു പാട്ട് ഗണേശിന്റെ ഒരു പാട്ട് വായിച്ചായിരുന്നു. അവിടെ പറഞ്ഞിട്ടുണ്ട് Guru Pujitaya, that he is worshipped by the teachers, and Guru Devataya, he is the Lord of the teachers. Guru Kulasthayani, he is the protector of the teachers. And Guru Vikramaya, you make the teachers glorified. Ganapati ആണ് ഇതൊക്കെ ചെയ്യുന്നത്. And
ഗുരവേ ഗുണഗുരുവേ, and he is the most virtuous teacher. അപ്പൊ ഈ വാക്കുകളൊക്കെ ഗണപതി, അപ്പൊ നമ്മൾ പറയും ഗുരുവാണ് നമ്മളെ ഭഗവാനിലേക്ക് നയിക്കുന്നത്. അപ്പൊ ആ ഗുരുയുടെ സ്ഥാനത്തിന് പ്രഭു പറഞ്ഞ പോലെ there are many people. അപ്പൊ അവരൊക്കെ നമ്മുടെ ആ അകത്തുള്ള ബ്ലോക്കേജസ് മാറ്റി നമ്മളെ ഭഗവാനിലേക്ക്. തീർച്ചയായിട്ടും. And one more thing she said was, ഗണപതി തന്നെ രണ്ട് തരത്തിലുണ്ട്. എന്നുവെച്ചാൽ ഈ തുമ്പിക്കൈ വലത്തെ ഭാഗം ഇടത്തെ ഭാഗത്തിലേക്കും മാറിയിരിക്കുന്ന ഗണപതി ഉണ്ട്. വലത്തെ ഭാഗത്തിലുള്ള ഗണപതി നമ്മുടെ മെറ്റീരിയൽ ബ്ലോക്കേജസ് ഒക്കെ മാറ്റും. റൈറ്റ് സൈഡിലേക്ക് തുമ്പിക്കൈയുള്ള ഗണപതി നമ്മുടെ സ്പിരിച്വൽ ബ്ലോക്കേജസ് മാറ്റും. വെരി നൈസ്, വെരി നൈസ്. അന്ന് ഞങ്ങൾ അവിടെ ഒരാഴ്ച പൂജിച്ചത് റൈറ്റിലേക്ക് തുമ്പിക്കൈ ഗണപതിയായിരുന്നു. വെരി ക്ലിയർ ഹൗ എല്ലാ ദേവതമാരും നമ്മളെ സഹായിക്കാൻ റെഡിയാണ് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ബോധത്തിൽ നമ്മൾ അവരെ പൂജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതാണ് കാര്യം. നമ്മളത് മനസ്സിലാക്കുന്നതിൻ്റെ രീതിയിൽ വ്യത്യാസമാണ്. നമ്മൾ അല്ലാതെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വേറെ വഴിക്ക് പോകും. വേണ്ട രീതി അതാണ് ഞാനെന്ന് അറിവെന്ന് പറയുന്നത് ഇതാണ്, നോളജ് എന്ന് പറയുന്നത് ഇതാണ്. വേണ്ട രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുക, അത് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അതിൻ്റെയൊക്കെ വരും. കാരണം ഈ മാതാജിയെ പോലെയുള്ള ഒരാൾക്ക് അത് വളരെ വളരെ ഒരു എന്താ തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും ഇരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ? അത് മാതാജി തന്നെ ഇപ്പോൾ ഒരു ഗുരുവായി എന്നുള്ളതാണ് അല്ലേ? ഇന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ളൊരു ജ്ഞാനം നമുക്ക് ഈ സദസ്സിലിരുന്നുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണത്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് ഇവരാരെയും. എത്ര ഉപദൈവങ്ങളുണ്ട്, ആരെയും അവഗണിക്കാൻ പാടില്ല. ചിലരുണ്ട് ഞാൻ ഹരേ കൃഷ്ണാരാണ് അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോവില്ല, അങ്ങനെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ അവിടെയൊക്കെ പോയി നടക്കുക, അമ്പലത്തിൽ കയറില്ല, തൊഴില്ല, അതൊന്നും ശരിയല്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ പൂജിക്കേണ്ട, ആരാധിച്ചോളൂ ഭഗവാനെ. ആ ഓണർ ചെയ്യണേന് എന്താ കുഴപ്പമുള്ളത്? നമ്മൾ അല്ലാതെ പലരെയും നമ്മൾ ഓണർ ചെയ്യാറുണ്ട് ഇല്ലേ? അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒരാൾ ദൈവമേ. ഹരികൃഷ്ണൻ, താങ്ക് യു വെരി മച്ച്. ഹരിപോൾ. അതെ, ഗണപതി ആ സ്പോട്ടിൽ എങ്ങനെ എത്തിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ ഒരുപാട് അതെ അതെ ഒരുപാട് പേര് പല ദേവതമാരും പോയില്ല പാസിഫൈ ചെയ്യാം. ആ ഒരു പ്രോസസ്സിൽ ഒരുപാട് പേര് വന്നു, ദേവതമാർ ഒരുപാട് പേര് വന്നു നരസിംഹരെ കാം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും സംഭവിച്ചത് അവസാനമാണ് പ്രഹ്ലാദ് പോയത്. അപ്പൊ ഈ ഒരുപാട് പേര് വന്നിട്ട് ഒരെണ്ണം ഗണപതി, വേറെ സെലിബ്രേഷൻ ശിവന്റെ ഒരു അവതാരം. അത് ശിവന്റെ അവതാരത്തിന് സിംഹത്തിന്റെ തല, പിന്നെ വേറെ ഏതോ ശരീരം അങ്ങനെ വരുന്നു. അപ്പൊ ശബരീശ്വര് വന്നിട്ട് നരസിംഹനോട് വഴക്കടിക്കാണ്. വഴക്കടിച്ച് ആ ദേഷ്യം കുറയട്ടെ എന്ന് വെച്ചു. അപ്പൊ ശിവൻ അങ്ങനെ ഒരു അവതാരം എടുത്ത് വന്ന് വഴക്കടിക്കും. അപ്പോഴും രണ്ടുപേർക്ക് അപ്പൊ നരസിംഹന്റെ ആ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വേറൊരു കഥ വരുന്നത്, പാർവതി ദേവി ഈ രണ്ടുപേരുടെ ദേഷ്യം കൂടി അകത്തേക്ക് ഗ്രഹിക്കും. നരസിംഹരുടെയും ശിവന്റെയും ദേഷ്യം, അതിന്റെ ദേഷ്യം അകത്തേക്ക് ഗ്രഹിച്ചിട്ടാണ് പ്രത്യേകതയായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ ഈ നരസിംഹ അവതാരത്തിൽ തന്നെ മേബി ചിലപ്പോ പല യുഗങ്ങളിൽ നടക്കുന്ന ലീലകളാവാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ പല സ്റ്റേജസ് ആയിട്ട് നരസിംഹന്റെ ദേഷ്യം കുറയുന്നതാവാം. Last question. ദൈവമേ. അശ്വത്ഥമരം നമ്മൾ പ്രയത്നപരമായിട്ടാണ് കാണുന്നത്. സുഖിനെ പറഞ്ഞ് പറഞ്ഞല്ലോ, ഈ രണ്ടുകൊണ്ടാണ് ഇതിനെ അശ്വത്ഥമരത്തിനെ നമ്മള് മാതാജി അത് ആത്മീയ ലോകത്തിലുള്ളതിൻ്റെ അപ്സൈഡ് ഡൗൺ ആത്മരമാണ് മുറിക്കാൻ പറയണത്. മനസ്സിലായോ? മറ്റേ ശരിയായ ആത്മരമല്ല. നമ്മൾ ശരിയായ ആത്മരം കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ കാണുന്നതെല്ലാം റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രതിബിംബത്തിനെ നമ്മൾ മുറിച്ച് കളയണമെന്നാണ് പറയണത്.
ഇത് ശരിയായ ആൽമരത്തിനല്ല. മനസ്സിലായോ? മനസ്സിലാവുണ്ടോ? അതോ ഗോലോക ചാർട്ടിലും കാണിക്കുന്നുണ്ട്. ഗണേശന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇല്ല, ഗോലോക ചാർട്ടില് അതായത് ഗണപതിയെ കാണിക്കുന്നുണ്ടോ അവിടെ വൈകുണ്ഠ ലോകങ്ങളിൽ ഒരു പല ലോകങ്ങളുണ്ടല്ലോ. ഏറ്റവും ടോപ്പോസ് ഗോലോകം ഇതിനകത്ത് ശ്രീരാമന്റെ പല പല രൂപത്തിലും ഭാവത്തിലും ഇതിനകത്ത് അതിലൊന്ന് സദാശിവൻ, നമ്മുടെ ഈ ശിവൻ അതിന്റെ സദാശിവ രൂപങ്ങൾ, അതുമാതിരി ഗണേശ രൂപം കാണിക്കുന്നുണ്ട് ഗണപതി. പക്ഷെ ആ ഗണപതിയുടെ പവർ ഈ ഗണപതി അല്ല, സെയിം അല്ല. ലൈക് ശിവൻ സെയിം അല്ല എന്ന് പറയുന്ന അത് അവിടെ കാണിക്കുന്നില്ലേ? ഗോലോകത്തുണ്ട്, സ്പിരിച്വൽ വൈകുണ്ഠ ലോകത്തിലും ഉണ്ടല്ലോ, ഇല്ലേ പ്രഭു? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ യെസ്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. വൈകുണ്ഠത്തിലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. വൈകുണ്ഠത്തിലുണ്ട് എന്ന് പറഞ്ഞത് അതിനകത്താണ് ഗണേഷ്. ആ നമ്മുടെ ഗോലോക ചാർട്ടില് അവിടെ പ്രീതി വിലാസിനി മാതാജി ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മുഴുവൻ നോട്ട് ദ സെയിം തിങ്. ആ പവേഴ്സ് ഉള്ള ഇവിടെ നമ്മൾ പൂജിക്കുന്നത് ആ ഗണപതിയുടെ ഒരു ഇതാണെന്നുള്ളത്, നോട്ട് ദ ഒറിജിനൽ ഗണപതി. ഇതിനകത്ത് ഉണ്ട് വൈകുണ്ഠ ലോകങ്ങളിലെ പലയിടത്തും ഒന്ന് ഗണപതി രൂപം ഗണപതി ലോകം എന്ന് കാണിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരി ബോൾ മാതാജി. എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൗതിക ലോകത്തില് ഗണപതിയെ നമ്മൾ നല്ലോണം ആരാധിക്കുന്നു. ഈ വിനായക ചതുർത്ഥിയോടെ ഒരാഴ്ച ഇങ്ങനെ ഓരോ ഇതായി. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് നല്ലോണം പൂജയൊക്കെയാണ് അവിടെ നടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അവര് വെള്ളത്തിലേക്ക് അത് കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? അത് നമ്മള് ആക്ച്വലി പൂജ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആവാഹിക്കൂലേ? ഈ ബിംബത്തിനെ വെച്ചിട്ട് നമ്മൾ ആവാഹിച്ച് അതിന് ജീവൻ കൊടുക്കണം, ആത്മാവിനെ കൊടുക്കണം. അത് ചെയ്യുന്ന ആക്ച്വലി ഈ പൂജ ചെയ്യുന്ന ആളാണ്, പൂജാരി തന്നെയാണ് ആവാഹിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ആ ഗണപതിക്ക് ജീവനായി. അതിനെ തിരിച്ചു പറഞ്ഞയക്കണ്ടേ? എന്നിട്ട് തിരിച്ചു പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ വീണ്ടും തിരിച്ചൊരാവാഹനമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് മറ്റേ ഇങ്ങനെ ചെയ്യും. മനസ്സിലായോ? രണ്ടും രണ്ട് രീതിയിലാണ്. എന്നിട്ട് ആവാഹിച്ചെടുത്തതിന് ശേഷം ഇത് നിമജ്ജനം ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ആ ഒരു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഗണപതിയും അല്ലല്ലോ നമ്മൾ വെള്ളത്തിൽ കൊണ്ടാക്കും. നമ്മൾ പൂജിച്ചിരുന്ന അതിനെ നമുക്ക് വിസർജിക്കണ്ടേ? ആ ഒരു സ്വരൂപം പിന്നെ അതിനെവിടെ കൊണ്ടുവയ്ക്കും നമ്മൾ? അതുകൊണ്ട് നമുക്ക് ഏറ്റവും പറ്റിയ ഈവൻ നമ്മൾ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവും ഇതെല്ലാം ഉണ്ടല്ലോ, പൂജ കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെള്ളത്തിലാണ് കൊണ്ട് കളയണം അല്ലേ? പറമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. വെള്ളം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലാശയത്തിൽ കളയണം. അതുകൊണ്ടാണ് ഈ ഗണപതിയെയും ജലാശയത്തിലേക്ക് തിരിച്ചു പറഞ്ഞു വിടുന്നത് എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഇനിയുണ്ടോ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ.